Okay, once again, good morning. So this is your next question. Please note the question. A particle positioned at O is acted upon by three forces as shown in the figure. So I will draw the figure. So you take down the question. So take down the figure. This green color is the axis. This is the point O. There are three forces: 20 kilonewton, unknown force P, and other force which is 30 kilonewton. 30 kilonewton which is acting towards the point O. Direction ശ്രദ്ധിക്കണം.
Okay, you finished the question. If you have finished, please put in the chat box. Okay, fine. So you can see the question. So here, a particle positioned at O is acted upon by three forces. So there is a particle over this point O, and it is acted upon by three forces shown by this red color, that is 20 kilonewton, 30 kilonewton in this direction, and an unknown force of P, which is acting in this particular direction. Determine the value of force P such that resultant of these three forces is horizontal. Resultant is horizontal. So we have to find the value of P such that the resultant is 1320 എന്ന് എന്തുകൊണ്ട് എഴുതിയ? ക്വസ്റ്റ്യൻ അങ്ങനെ ഇല്ലല്ലോ. എങ്ങനെ ക്വസ്റ്റ്യനിൽ 3020 ക്വസ്റ്റ്യനില് 3020 എന്നതില്ല. 3020 തന്നിട്ടുണ്ട്, അതില് കൊടുത്തിട്ടില്ലല്ലോ. കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ക്വസ്റ്റ്യനിൽ കാണിക്കുന്നില്ലല്ലോ. എങ്ങനെ മനസ്സിലായില്ല? ക്വസ്റ്റ്യനിൽ 30 കിലോ ന്യൂട്ടൺ 20 കിലോ ന്യൂട്ടൺ ആണെന്ന് പറയുന്നില്ലല്ലോ. പറഞ്ഞിട്ടുള്ളത്, സാർ പറഞ്ഞിട്ടില്ലല്ലോ. മനസ്സിലായില്ല സാർ ക്വസ്റ്റ്യനില് ഈ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 20 കിലോ ന്യൂട്ടൺ 30 കിലോ ന്യൂട്ടൺ കൊടുത്തിട്ടില്ലല്ലോ. അല്ല, ഈ ക്വസ്റ്റ്യനില് ഈ ഫിഗർ ഇൻക്ലൂഡഡ് ആണ്, ഫിഗറും കൂടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനില്. അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞത് ആസ് ഷോൺ ഇൻ ദ ഫിഗർ എന്ന് പറഞ്ഞിട്ടില്ലേ, ത്രീ ഫോഴ്സസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അതായത് നമുക്ക് തന്നേക്കുന്ന ഫിഗർ പോലെ ആയിരിക്കും ഫോഴ്സ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതിനകത്ത് അവിടെ ക്വസ്റ്റ്യനിലും കൂടെ പറയാത്തതാണ്. മനസ്സിലായില്ലേ? ഫിഗറിലുണ്ടല്ലോ. ഓക്കെ ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ ഫോൺ. Okay, so here the resultant of these forces is horizontal. Resultant is horizontal എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റിസൾട്ടന്റിന് ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ആക്ടിങ് പെർഫെക്റ്റ്ലി ഇൻ ദ എക്സ് ആക്സിസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആണ്. അതായത് സാധാരണഗതിയിൽ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിഗ്മ എഫ് എക്സ് സിഗ്മ എഫ് വൈയും കൂടെ ചേർന്നിട്ടാണ്. അതായത് റിസൾട്ടന്റിന്റെ രണ്ട് കോമ്പണൻസ് ആണ് എന്തൊക്കെയാ? സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും. റിസൾട്ടന്റിന്റെ എക്സ് കമ്പോണന്റ് സിഗ്മ എഫ് എക്സും റിസൾട്ടന്റിന്റെ വൈ കമ്പോണന്റ് സിഗ്മ എഫ് വൈയും ആണ്. അതുകൊണ്ടാണ് നമ്മൾ റിസൾട്ടന്റ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടന്റ് അതുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ റിസൾട്ടന്റ് ഇങ്ങനെ വരുവാണെങ്കിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് കോമ്പണൻസ് ആയിരിക്കും എന്താണ്? സിഗ്മ എഫ് എക്സ് ആൻഡ് സിഗ്മ എഫ് വൈ. ഇനി സപ്പോസ് റിസൾട്ടന്റ് എലോങ് ഏതെങ്കിലും ഒരു ആക്സിസ് ആണെങ്കിൽ, അതായത് ഹൊറിസോണ്ടൽ ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ കേസിൽ ഹൊറിസോണ്ടൽ ആണ് റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ സിഗ്മ എഫ് എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ റിസൾട്ടന്റ് വിൽ ബി ഈക്വൽ ടു സിഗ്മ എഫ് എക്സ്, അല്ലെങ്കിൽ സിഗ്മ എഫ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ 0 ആയിരിക്കും. ഇനി റിസൾട്ടന്റ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആണെങ്കിൽ, റിസൾട്ടന്റ് വെർട്ടിക്കൽ ആണെങ്കിൽ അല്ലെങ്കിൽ അലോങ് ദ വൈ ആക്സിസ് ആയിരുന്നെങ്കിൽ ആ കേസിൽ സിഗ്മ എഫ് എക്സ് ഇക്വൽ ടു 0യും അതുപോലെ സിഗ്മ എഫ് വൈ എന്ന് പറയുന്നത് ആ റിസൾട്ടന്റിന്റെ വാല്യൂ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതാണ് പാർട്ടിക്കിൾ ഈസ് പൊസിഷൻഡ് അറ്റ് O. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു, അതിനകത്തേക്ക് 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് 20 കിലോ ന്യൂട്ടൺ, ദെൻ അൺനോൺ ഫോഴ്സ് P, ആൻഡ് ദെൻ 30 കിലോ ന്യൂട്ടൺ. ഈ 30 കിലോ ന്യൂട്ടൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കണം, ഇങ്ങോട്ടേക്കാണ് അല്ലേ, ടുവേർഡ്സ് ദ പോയിന്റ് ആണ്. നമ്മൾ സാധാരണ എല്ലാം വെളിയിലോട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ കോമ്പണൻസിൻ്റെ ഡയറക്ഷൻ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആ കോമ്പണൻസ് എങ്ങോട്ടൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
First of all, regarding the force 20 kilonewton, the components will be, the x component will be acting like this, and the y component will be acting like this. ഇനി ഇതിൻ്റെയൊക്കെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 15. This particular force is inclined at 15 degree to x-axis. X-axis-ആയിട്ട് 15 degree ആണ്. Therefore, x component will be cos 15. അതായത് 20 cos 15. അങ്ങനെയാണെങ്കിൽ y component എന്തായിരിക്കും? 20 sin 15. ഇനി അൺനോൺ ഫോഴ്സ് പി, പിയുടെ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പിയുടെ കോമ്പോണൻസും ഇതേപോലെ ഉള്ള ഡയറക്ഷനിലായിരിക്കും അല്ലേ? ഈ ഒരു ഡയറക്ഷനിലും അതുപോലെ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടം വരെ 45, അതിൻ്റെ താഴേക്ക് 15. അപ്പോൾ ടോട്ടൽ ആംഗിൾ വിത്ത് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 45 പ്ലസ് 15, ദാറ്റ് ഈസ് 60 ഡിഗ്രി അല്ലേ? ഈ പർട്ടിക്കുലർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് 60 ഡിഗ്രി. So this component will be P cos 60 and this will be P sin 60. Right? ഇനി ഈ ഒരു ഫോഴ്സ് ശ്രദ്ധിക്കുക. ഇതിൻ്റെ കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഡയറക്ഷൻ ആയിരിക്കും? ആരാ? ടൈഫൽ തോമസ്. ടൈഫൽ തോമസ്. അപ്പോൾ ഇതിൻ്റെ ഈ 30 കിലോ ന്യൂട്ടൺ കാണുന്നില്ലേ? 30 കിലോ ന്യൂട്ടണിൻ്റെ കോമ്പണൻസ്, എക്സ് കോമ്പണൻറ്റ് ഏത് ഡയറക്ഷൻ ആയിരിക്കും? വൈ കോമ്പണൻറ്റ് ഏത് ഡയറക്ഷൻ ആയിരിക്കും? എക്സ് കോമ്പണൻറ്റ് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കുമോ റൈറ്റ് സൈഡിലേക്കായിരിക്കുമോ? എങ്ങനെയായിരിക്കും വരിക? എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എക്സ് കോമ്പൗണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മൈനസ് എക്സ് ഡയറക്ഷനിലേക്ക് വരും. വൈ കമ്പോണന്റോ? ടോപ്പിലേക്ക്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും വരിക? അതായത് മൈനസ് എക്സ് ഡയറക്ഷനിലേക്കും പിന്നെ അതേപോലെ മുകളിലേക്കും അല്ലേ? അപ്പൊ അങ്ങനെ രണ്ടും വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും വരേണ്ടത്. പക്ഷെ ഈ 30 ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? താഴേക്കല്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ക്രോസ് പോലെ ഒന്ന് കൺസിഡർ ചെയ്താലും മതി, ഏത് പോയിന്റ് ആണെന്ന് വെച്ചാൽ. ഓക്കെ, ഇനി ഈ ആരോ പോകുന്ന ഏത് ഡയറക്ഷനാണ്? ഇങ്ങോട്ടേക്കല്ലേ? താഴേക്കല്ലേ? അപ്പൊ ഈ ഇതല്ലേ ഈ ഒരു ഡയറക്ഷനിലല്ലേ ആരോ പോകുന്നത്? അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ കമ്പിന്റെ ഇടയിൽക്കിടാന്ന് നോക്കുക. ഈ രണ്ട് കമ്പിന്റെ അല്ലേ? അപ്പോൾ ദെയർഫോർ നമുക്ക് എളുപ്പത്തിന് വേണ്ടി പറയാണ്, ദെയർഫോർ ഇതും ഇതുമായിരിക്കും അതിൻ്റെ കോമ്പണൻസ്. ഇങ്ങനെ കോമ്പണൻ്റ് ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് താഴേക്ക് വരുള്ളൂ അല്ലേ? അല്ലാതെ മുകളിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക അല്ലേ? ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്കിപ്പോൾ ഒരു ഫോഴ്സ് എടുത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിനകത്തേക്ക് ഇങ്ങനെ ഈ രണ്ട് ഡയറക്ഷനിൽ രണ്ട് കയറ് വലിക്കുകയാണെങ്കിൽ മുകളിലേക്കായിരിക്കും ഇത് പോവുക അല്ലേ? സപ്പോസ് താഴേക്കാണെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് പോകും. അതായത് നമുക്ക് ഈ 30 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഡയറക്ഷനാണ് അല്ലേ? 30 കിലോ ന്യൂട്ടൺ. ഇങ്ങനൊരു ഫോഴ്സ് വരണമെങ്കിൽ എക്സ് ഡയറക്ഷനിൽ നമുക്ക് ഈ ഒരു ഡയറക്ഷനിലേക്കും ഫോഴ്സ് കൊടുക്കണം, അതേപോലെ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ താഴേക്കും കൊടുക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനൊരു ഫോഴ്സ് വരുള്ളൂ. ഇതാണ് നമ്മൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കോമ്പണൻസ് ഉണ്ട്. ഇനി നമ്മൾ നോക്കുക ജസ്റ്റ് 30 ഡിഗ്രി. ഈ 30 ഡിഗ്രി എന്ന് പറയുന്നത് എന്തുമായിട്ട് മേക്കിംഗ് ആംഗിളാണ്? ഒന്നും നോക്കണ്ട, ജസ്റ്റ് വെറുതെ ആലോചിച്ചാൽ മതി. ദിസ് 30 കിലോ ന്യൂട്ടൺ ഈസ് മേക്കിംഗ് or it is inclined at an angle 30 with x axis അല്ലേ? എക്സ് ആക്സിസുമായിട്ട് മേക്കിംഗ് ആംഗിളാണ് 30 ഡിഗ്രി. അതുകൊണ്ട് എക്സ് കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? എക്സ് കോമ്പോണൻറ്റ് എന്തായിരിക്കും? 30 cos 30. അല്ലെ തന്നെ നമുക്കറിയാം ഈ ആംഗിൾ 30 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 30 ആയിരിക്കും അല്ലേ? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. 30 cos 30, then this will be 30 sin 30. അങ്ങനെ നമുക്ക് എല്ലാ കോമ്പണൻസും കിട്ടി അല്ലേ?
കോമ്പണൻസ് കിട്ടി, അതിൻ്റെ ഡയറക്ഷനൊക്കെ നമുക്കറിയാം. നൗ ദിസ് കണ്ടീഷൻ, അതായത് എന്താണ്, റിസൾട്ടൻറ്റ് ഈസ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. റിസൾട്ടൻറ്റ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെയായിരിക്കും അതിൻ്റെ റിലേഷൻസ്. അതിന് മുമ്പ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈ. സിഗ്മ എഫ് എക്സ്, ഫസ്റ്റ് ഓഫ് ഓൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു എന്തൊക്കെയായിരിക്കും വരിക. ഫസ്റ്റ് വൺ ഇവിടെ 20 cos 15 in the positive direction. 20 cos 15, then P cos 60, this one, P cos 60, P cos 60, then this component 30 cos 30, 30 cos 30. This is sigma fx. Now sigma fy, sigma fy equal to y components എല്ലാം കൂടെ എന്താണ് 20 sin 15, 20 sin 15, this is in the positive direction, then P sin 60 which is also in the positive direction, therefore that's P sin 60, sin 60, then last one is 30 sin 30 which is in the negative direction, minus 30 sin 30. Okay, so you get the values sigma fx and sigma fy, but you cannot get the whole value because this is unknown. In this equation also you have an unknown here, so you got the values or relation for sigma fx and sigma fy. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്കിപ്പോൾ അറിയില്ല. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? The resultant of these forces, these three forces is horizontal. That means resultant is horizontal. Resultant is horizontal. That means it has got only the x component and the y component will be 0. That is sigma fx, sigma fy will be equal to 0. Therefore sigma fx equal to r. എന്തുകൊണ്ടാണ് ആറിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? r equal to sigma fx square plus sigma fy square. If fy equal to 0 ആണെങ്കിൽ എന്തായിരിക്കും? സിഗ്മ fx സ്ക്വയർ പ്ലസ് 0 അല്ലെങ്കിൽ എന്തായിരിക്കും? സിഗ്മ fx. അതുകൊണ്ട് നമുക്കിങ്ങനെ ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഇനി ഈ റിലേഷൻസ് നമുക്ക് ജസ്റ്റ് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. എങ്ങനെയാണ്? സിഗ്മ fy ഈക്വൽ ടു 0 ഇംപ്ലൈസ് fy 0 ആണെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? 20 sin 15 plus P sin 60 minus 30 sin 30 will be equal to 0. ഇതിൽ നിന്ന് പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? ഈ 20 sin 15 വാല്യൂ ഉണ്ട്, 30 sin 30 ഉണ്ട്, ഇതെല്ലാം റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ഡിവൈഡഡ് ബൈ sin 60 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. ഇംപ്ലൈസ് പി ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടും. ദെൻ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ബാക്കിയെല്ലാം യൂണിറ്റ് ക്വസ്റ്റ്യനിൽ എന്താ നിൽക്കുന്നത്? കിലോ ന്യൂട്ടൺ അല്ലേ. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് കിട്ടേണ്ടത് കിലോ ന്യൂട്ടൺ ആയിരിക്കും. പിയുടെ വാല്യൂ കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിയേ. പിയുടെ വാല്യൂ കിട്ടും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ടൻ്റ് ആറിൻ്റെ വാല്യൂ കിട്ടാം. ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? R will be equal to sigma fx itself.
is equal to 20 cos 15 plus P cos 60 plus 30 cos 30. ഇവിടെ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ ആർ. പെട്ടെന്ന് ചെയ്തേ. So what is the value of P? Please put in the chat box. Nineteen point എങ്ങനെ വന്നേ? 19.64 എങ്ങനെ വന്നേ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. ആരൊക്കെയാ? -11 മൈനസ് വന്നത് എന്താ? ചിലർക്ക് മൈനസ് വന്നു. മൈനസ് വന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയപ്പോൾ, സോറി റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം നിങ്ങൾ ആ സൈൻ മാറ്റാൻ മറന്നിട്ടുണ്ടാവും. അതാണ് നെഗറ്റീവ് വരുന്നത്. ഓക്കെ, നമുക്ക് കിട്ടേണ്ടത് 11 പോയിന്റ് സംതിങ് ആണ് കിട്ടേണ്ടത്. 11.3433 11.3433 ആണ് വരേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ സെറ്റിങ്സ് ഒക്കെ ഒന്ന് നോക്കണം. അതിനകത്ത് ഡിഗ്രി തന്നെയാണോ കിടക്കുന്നതെന്ന് നോക്കുക. ഓക്കെ, ചിലപ്പോൾ ഡിഗ്രി മാറി റേഡിയനോ അങ്ങനെ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ തെറ്റും. Fine. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് using this value for P, you will get a value for resultant R. So what is the value of R? Yeah, 50 point something, 9709. So this is the value for the resultant R.
അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ചെയ്തത്? നമുക്കൊരു അൺനോൺ ഫോഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? അൺനോൺ ഫോഴ്സ് ഉണ്ട്. ഈ അൺനോൺ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന അൺനോൺ ഫോഴ്സും പിന്നെ 2 നോൺ ഫോഴ്സും ഉണ്ട്. So using these 3 forces we get the resultant. It is said that there is a resultant which is horizontal, acting horizontal. ഹൊറിസോണ്ടൽ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി? It has got only x component and the y component will be 0. Y component is 0 ആണ്. Therefore that's why we have given sigma fy equal to 0. ഇനി ക്യാപിറ്റൽ ആർ ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ ആണ്. എഫ് വൈ ഈക്വൽ ടു 0, ദെൻ ആർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ്. അപ്പോൾ അതുകൊണ്ട് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു ആർ ആണ്, അല്ലെങ്കിൽ ആർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സിന് തന്നെ നമ്മൾ കൊടുത്തു, അതിൻ്റെ വാല്യൂസും കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഷുഡ് ബി ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ ഫോർത്ത് ഫോഴ്സ് which acting at a point O along the 3 given forces will keep the particle in equilibrium state. ഇപ്പോൾ നമുക്ക് ഒരു റിസൾട്ടൻ്റ് കിട്ടി അല്ലേ? അതായത് ഈ ഫോഴ്സുകളെല്ലാം കാരണം ഏതോ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതായത് ഹൊറിസോണ്ടലായിട്ട് എന്താണ് വാല്യൂ എന്തായിരുന്നു? 50.9709. അതായത് at point O. This is the point O. So the resultant will be like this. In the positive direction അല്ലേ? പോസിറ്റീവ് ഡയറക്ഷൻ ആണ്, ഹൊറിസോണ്ടൽ ആണെന്നും പറഞ്ഞു. അതുകൊണ്ട് ഇതായിരിക്കും അതിൻ്റെ വാല്യൂ, റിസൾട്ടൻറ്റ്. ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇനിയും അവർ ചോദിച്ചേക്കുന്നത് എന്താണ്? വാട്ട് ഷുഡ് ബി ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ ഫോർത്ത് ഫോഴ്സ് which acting at a point O along the given 3 forces will keep the particle in equilibrium state. അപ്പോൾ ഇത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തണമെങ്കിൽ, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇങ്ങനെ ഒരു റിസൾട്ടൻ്റ് ഉണ്ടാവില്ല. സോ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ 0 ആക്കണമെങ്കിൽ, ഈ 3 എണ്ണം അല്ലാതെ ഏതോ ഒരു ഫോഴ്സും കൂടെ നമ്മൾ കൊടുക്കണം. എക്സ്ട്രാ കൊടുക്കുന്ന ആ ഫോഴ്സ്, അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയൻ്റ് എന്ന് പറയും. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അതിനാണ് നമ്മൾ ഇക്വിലിബ്രിയൻ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഹിയർ വാട്ട് ഈസ് ടു ബി ഫൗണ്ട് ഈസ് ദ ഇക്വിലിബ്രിയൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഇക്വിലിബ്രിയൻ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ റിസൾട്ടൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈക്വലായിട്ട് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇക്വിലിബ്രിയൻ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അറിയാം, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഉണ്ട്. An object is placed like this. Suppose a person standing here is pushing with a force in this particular direction. ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ബോഡി മൂവ് ചെയ്യും. ഈ ബോഡി മൂവ് ചെയ്യാതിരിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് കരുതുക. അയാൾ എന്താ ചെയ്യേണ്ടത്? അയാളും സെയിം ഡയറക്ഷനിൽ വലിക്കുകയാണോ വേണ്ടത്? അല്ല, അയാളും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ പുള്ള് ചെയ്യും അല്ലേ? പുഷ് ചെയ്യുന്നുണ്ട് വിത്ത് ദ സെയിം ഫോഴ്സ്. രണ്ടും സെയിം ഫോഴ്സിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ ബോഡി ഇവിടെ സ്റ്റേഷനറി ആയിരിക്കും, അനങ്ങത്തില്ല അല്ലേ? അതായത് ഫസ്റ്റ് ഓഫ് ഓൾ അതിനൊരു ഫോഴ്സ് ഉണ്ടായിരുന്നു, അതാണ് ഈ ഒരു കേസിലും ഒരു റിസൾട്ടൻ്റ് ഉണ്ട്. ഇതിനെ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കണമെങ്കിൽ എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയൻ്റ് എന്ന് പറയും, റെപ്രസെൻറ്റഡ് ബൈ ഇ. അപ്പോൾ ഈ ഇയുടെ വാല്യൂ എന്തായിരിക്കും? വാല്യൂ ഓഫ് ഇ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? എത്രയാണ്? 50.9709 കിലോ ന്യൂട്ടൺ. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ടു ആർ, ആറിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഫോർത്ത് ഫോഴ്സ്. ഫോർത്ത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നൗ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞോ? ഈ നെഗറ്റീവ് ആവും. ഏതാ? ഈ നെഗറ്റീവ് ആവും. ഇയുടെ വാല്യൂ നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഇ ഈക്വൽ ടു നെഗറ്റീവ് ഇത്രയും കിലോ ന്യൂട്ടൺ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ജസ്റ്റ് പറയാം ഇ ഈക്വൽ ടു ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 50.9709 കിലോ ന്യൂട്ടൺ വിച്ച് ഈസ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദ റിസൾട്ടൻ്റ് എന്ന് എഴുതിയാൽ മതി അതിൻ്റെ കൂട്ടത്തിൽ. എന്നിട്ട് വേണമെങ്കിൽ ഒരു ഫിഗർ പോലെ വരച്ചോ. അതായത് കാണിച്ചു തരാം ഈ രീതിയിൽ. ഇവിടെ ഉള്ളതെല്ലാം എഴുതിയല്ലേ? ഏതൊരു ഫിഗർ പോലെ ജസ്റ്റ് ഒന്ന് വരച്ചോ. ഇങ്ങനെ ഒരു ഫിഗർ ആണെങ്കിൽ വരച്ചു വെച്ചോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ഹോംവർക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അത് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനൊന്ന് മാർക്ക് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിപ്പോൾ ഞാൻ നിങ്ങൾ വർക്കൊന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഹോംവർക്ക് തരാം. സിമിലർ പ്രോബ്ലം ആണ്, ഇപ്പോൾ ചെയ്ത പോലത്തെ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ അതൊന്ന് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളുടെ അസൈൻമെൻറ്റ് ബുക്കിലൊക്കെ എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ നിൽക്കണ്ട, നമുക്ക് അവസാനം ഒരുമിച്ച് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതാം. സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഒരു ഫിഗർ ഉണ്ട്.
Okay, this is the figure. 2.4 kilonewton force acting at 30 degree with the x-axis. Unknown force capital F, which is inclined at theta to the x-axis. Now 5 kilonewton in the horizontal direction. This is the resultant 2 kilonewton. Now write the question. The force system shown in the figure, force system shown in the figure, shown in the figure, has a resultant of, has a resultant of 2 kilonewton, 2 kilonewton acting upon, acting up along, acting up along the y-axis, y-axis. Make calculations, make calculations for the force capital F, for the force capital F, both in magnitude and direction, both in magnitude and direction. Okay, so take down this question, try to do this. Okay, thank you. So now you put your attendance in your